ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 4ാമത്തെ യൂണിറ്റായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് ഒരു കെമിക്കൽ ബോണ്ട്. ഒരു കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുക, ആ സബ്സ്റ്റൻസിനെ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളുണ്ട്, അവരെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളുകൾ എന്ന് പറയും. അത് ചിലപ്പോൾ ആറ്റമാകാം, അത് ചിലപ്പോൾ മോളിക്യൂളാകാം, അത് ചിലപ്പോൾ അയോൺ ആകാം. ഒരു സബ്സ്റ്റൻസിനെ ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഏത് ഫോഴ്സ് ആണോ അവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. സോ കെമിക്കൽ ബോണ്ട് ഈസ് ദാൻ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് the constituent particles together in a chemical substance. ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ ബോണ്ട് പല വിധത്തിലാകാം. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മേജറായിട്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടുവരുന്ന കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ബോണ്ടുകളുണ്ട്. അതുപോലെ പുതിയ ബോണ്ടുകളെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയും. അതുപോലെ പലതരത്തിലുള്ള ബോണ്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മേജറായിട്ട് കോവാലന്റ് ബോണ്ടും അയോണിക് ബോണ്ടുമാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. നമുക്ക് ഇനി ഇത് ഇവിടെ പഠിക്കാനുള്ളത് GN ലൂയിസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കെമിസ്റ്റ് എലമെന്റുകൾ അല്ലെങ്കിൽ എലമെന്റുകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റങ്ങളിലേക്ക് വരുമ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്, അവർക്ക് ഒരു റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ എലമെന്റുകളുടെ ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ കുറെ സിമ്പിൾസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ ലൂയിസ് സിമ്പിൾസ് എന്ന് പറയുന്നു. അപ്പൊ ലൂയിസ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റ് എടുക്കുന്നു, ആ എലമെന്റിന്റെ ഒരു പർട്ടിക്കുലർ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ നമ്മൾ ആ എലമെന്റിന്റെ സിമ്പിളിന് ശേഷം അതിന് ചുറ്റും ഒന്നുകിൽ ഡോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രോസ് ഉപയോഗിച്ചോ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ലൂയിസ് സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഉദാഹരണ സഹിതം ഒന്ന് നോക്കാം. ലൂയിസ് സിമ്പിൾസ്. ഞാൻ ഉദാഹരണത്തിന് ലിഥിയം എന്ന് പറഞ്ഞ എലമെന്റിനെ എടുക്കുന്നു. നമ്മൾക്കറിയാം ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ലിഥിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആ ഒരു ഇലക്ട്രോണിന് ലിഥിയത്തിന്റെ സിമ്പിളിന് ശേഷം ഒരു ഡോട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ ഒരു എലമെന്റിന്റെ റെപ്രസെന്റേഷന് ശേഷം, സിമ്പിളിന് ശേഷം അതിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ നമ്പറിനെ നമ്മൾ ഇതുപോലെ ഒരു ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ, ഇതിന് പകരം നമുക്ക് ലിഥിയം എന്ന് എഴുതിയിട്ട് ഒരു ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ രീതിയിൽ ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു, ഒന്നുകിൽ ഡോട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ക്രോസ് ഉപയോഗിക്കുന്നു. ഈ രീതിയാണ് നമ്മൾ ലൂയിസ് സിമ്പിൾസ് എന്ന് അറിയുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ബെർലിയം എന്ന് പറഞ്ഞ അടുത്ത ഒരു എലമെന്റ് എടുക്കുന്നു. സെക്കൻഡ് പീരീഡിലെ സെക്കൻഡ് എലമെന്റ്. ബെർലിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോണുകളെ കാണാൻ പറ്റും. ആ 2 ഇലക്ട്രോണുകളെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഡോട്ടും ഉപയോഗിക്കാം, ക്രോസ് ഉപയോഗിക്കാം. ഒരു എലമെന്റിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ ഷെല്ലിന്റെ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിന് നമ്മൾ ഡോട്ട് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ക്രോസ് റെപ്രസെന്റേഷൻ. ഇനി നമ്മൾ അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോയാൽ ബോറോൺ ആണ് അടുത്ത മെമ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് പീരീഡിലെ തേർഡ് എലമെന്റ് ആണ് ബോറോൺ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 5 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2, 3 എന്നാണ് നമുക്ക്. കെ ഷെൽ, എൽ ഷെൽ. എൽ ഷെൽ ആണ് അവസാനത്തെ ഷെല്ല് ബോറോണിന്റെ കേസ്. അപ്പൊ 3 ഇലക്ട്രോണുകൾ ബോറോണിലുണ്ട്. അപ്പൊ ആ 3 ഇലക്ട്രോണുകളെ നമുക്ക് അതിന് ചുറ്റും, ആ സിമ്പിളിന് ചുറ്റും ഇങ്ങനെ 3 ഡോട്ടായിട്ട് കാണിക്കാം. അതിന്റെ അർത്ഥം ബോറോൺ എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഒരു ആറ്റം എടുത്താൽ അതിന്റെ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കാർബണിലേക്ക് പോകാം. കാർബണിന്റെ അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണുകളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നൈട്രജനിലേക്ക് വന്നാൽ നൈട്രജന്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ നമുക്ക് 5 ഇലക്ട്രോണുകളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓക്സിജനിലേക്ക് വന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ 6 ഇലക്ട്രോണുകളെ കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഒരു എലമെന്റിന്റെ സിമ്പിളിന് ചുറ്റും അതിന്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ റെപ്രസെന്റ് ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ ലൂയിസ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഡോട്ടിന് വരെ നമുക്ക് ക്രോസ് ഉപയോഗിക്കാം. ഞാൻ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ കാർബണിനെ എടുക്കുന്നു, അതിന് ചുറ്റും 4 ക്രോസുകൾ കാണിക്കുന്നു. ഒന്നുകിൽ ഡോട്ട് അല്ലെങ്കിൽ ക്രോസ്. ഡോട്ടും ക്രോസും കൂടെ നമ്മളൊരു റെപ്രസെന്റേഷൻ വരില്ല. ഏതെങ്കിലും ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഒരു സമയത്ത് ചൂസ് ചെയ്യാം.
അപ്പൊ നമ്മളിവിടെ കാർബൺ ഒന്നുകിൽ 4 ഇലക്ട്രോണുകളെ 4 ഡോട്ടായിട്ടോ അല്ലെങ്കിൽ 4 ക്രോസ് ആയിട്ടോ കാണിക്കാം. ഇതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൂയിസ് സിംബലുകളുടെ പ്രത്യേകത, ഈ ലൂയിസ് സിംബൽ വളരെ ഇൻഫർമേറ്റീവ് ആണ്. ഇറ്റ് ഈസ് വെരി ഇൻഫർമേറ്റീവ്. അപ്പം എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ലൂയിസ് സിംബലിലേക്ക് നോക്കുമ്പോൾ ഒരു എലമെന്റിന്റെ ഒരു പർട്ടിക്കുലർ ആറ്റം എടുത്താൽ അതിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇറ്റ് ഗീവ്സ് an idea about the number of valence electrons present in an atom of a particular element. ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഈ ലൂയിസ് സിംബൽസ് തരുന്നുണ്ട്. കാരണം ആ ഇലക്ട്രോണുകളാണല്ലോ ഇവിടെ ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ, ഈ വാലൻസ് ഇലക്ട്രോണുകളെ ഒരു ആറ്റത്തിന്റെ അറിയാമെങ്കിൽ ആ എലമെന്റിന്റെ കോമൺ വാലൻസിയെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. സോ ഇറ്റ് ഗീവ്സ് an idea about the common valency of the element. അപ്പോൾ ലൂയിസ് സിംബൽസ് എലമെന്റിന്റെ വാലൻസിയെ കുറിച്ച് ഒരു ഐഡിയയും നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ വാലൻസിയെ കുറിച്ച് പറയുമ്പോൾ the valency of the element is either equal to the number of dots or cross or it is equal to 8 minus number of dots in the Lewis representation. അതായത് ചില എലമെന്റുകളിൽ വാലൻസി കണ്ടുപിടിക്കാനായി അവരുടെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അവരുടെ വാലൻസി എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചില എലമെന്റുകളിൽ 8 നിന്ന് നമ്മൾ ആ ഡോട്ടുകളുടെ എണ്ണം, ലൂയിസ് സിംബലിൽ വരുന്ന ഡോട്ടുകളുടെ എണ്ണം മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാലൻസി കിട്ടുന്നത്. നമുക്ക് ആദ്യത്തെ 3 എണ്ണം ഒന്ന് നോക്കാം. ലിഥിയവും ബെർലിയവും ബോറോണും നമ്മൾ എടുക്കുമ്പോൾ ലിഥിയത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്, 1 ഡോട്ടാണ്. അപ്പം അതിൽ നമുക്ക് വാലൻസി 1 എന്ന് പറയാം. ബെർലിയത്തിന്റെ കേസിൽ 2 ആണ്, 2 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ വാലൻസിയും 2 തന്നെയാണ്. ബോറോൺ എന്ന് പറഞ്ഞ എലമെന്റിനെ പരിഗണിക്കുമ്പോൾ അവിടുത്തെ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളുണ്ട്. അപ്പൊ ബോറോണിന്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ 3-ന് മുകളിലോട്ട് വരുന്ന 4 മുതൽ മുകളിലോട്ട് വരുന്ന എല്ലാ എലമെന്റുകളിലും ലൂയിസ് വാലൻസി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു 8-ൽ നിന്ന് ഈ ഡോട്ടുകളുടെ എണ്ണം കുറയ്ക്കുക. അപ്പൊ നമ്മൾ 3-ന് മുകളിൽ ഇപ്പം കാർബൺ ഉദാഹരണമായിട്ട് എടുത്താൽ കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളുണ്ട്. അപ്പൊ നമ്മൾ 8-ൽ നിന്ന് ഈ 4-നെ മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ 4 കിട്ടുന്നത്. അപ്പൊ ഒരു സംശയവും വേണ്ട, നമുക്ക് പറയാം കാർബണിന്റെ വാലൻസി 4. അതേസമയം നമ്മൾ നൈട്രജൻ എടുക്കുമ്പോൾ 8-ൽ നിന്ന് ഈ 5 നമ്മൾ മൈനസ് ചെയ്യുന്നു. 5 ഇലക്ട്രോൺസ് ആണ് നമുക്ക് വാലൻസ് ഷെല്ലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ വാലൻസി ഓഫ് നൈട്രജൻ ഈസ് 3. അതുപോലെ ഓക്സിജനിലേക്ക് വരുമ്പോൾ നമ്മൾ 8-ൽ നിന്ന് ഇവിടെ 6 ഇലക്ട്രോണുകളാണ് നമുക്ക് കാണാൻ പറ്റും, 2 ആണ്. അപ്പം ഓക്സിജന്റെ വാലൻസി 2 ആണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ലൂയിസ് സിംബൽ 2 പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത്. ഒന്ന്, ഒരു എലമെന്റിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തത് ആ എലമെന്റിന്റെ കോമൺ വാലൻസിയെ കുറിച്ച് ഒരു ഐഡിയയും നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാണ് കോമൺ വാലൻസി കണ്ടുപിടിക്കുന്നത്? ഒന്നുകിൽ ആ ഡോട്ടുകളുടെ എണ്ണത്തിന് തുല്യമാണ് വാലൻസി എന്ന് പറയുന്നത്. ചില എലമെന്റുകളിൽ 8-ൽ നിന്ന് ആ ഡോട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ ക്രോസുകളുടെ എണ്ണം കുറയ്ക്കണം. അപ്പൊ അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ 1, 2, 3 ഇലക്ട്രോൺ ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. 3-ൽ കൂടുതൽ വാലൻസ് ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളിൽ 8-ൽ നിന്ന് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്ന നമ്പറാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. സോ ദ വാലൻസി ഓഫ് ദ എലമെന്റ് ഈസ് either equal to the number of dots or it is equal to 8 minus number of dots in the Lewis representation. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് ലൂയിസ് സിംബൽസ്? ലൂയിസ് സിംബൽസ് മീൻസ് G.L. Lewis, an American chemist, he introduced some simple notations to represent the number of valence electrons in an atom. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണിൽ പ്രസന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ പ്രസന്റ് ആയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ റെപ്രസെന്റേഷൻ കാണിക്കാനായിട്ടാണ് ലൂയിസ് ഈ ഒരു തരത്തിലെ സിംബൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനുകളൊക്കെയാണ് നമുക്ക് ലൂയിസ് സിംബലിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവാണ്. കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒക്ടറ്റ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പൊ നമുക്ക് ആ ഒരു കേസിലേക്ക് പോകാം. ഒക്ടറ്റ് റൂളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ലൂയിസ് ആൻഡ് കൊസൽ, കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെടുന്ന 2 സയന്റിസ്റ്റുകളാണ് ലൂയിസും കൊസലും. ഈ 2 സയന്റിസ്റ്റുകളാണ് ഒക്ടറ്റ് റൂളിന്റെ ഒറിജിന് കാരണം. അപ്പൊ ലൂയിസും കൊസൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റും കൂടെ ചേർന്നിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ഈ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ ആറ്റങ്ങളും അവരുടെ
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് തുല്യമാക്കാൻ ശ്രമിക്കുന്നു. എവരി ആറ്റം ടെൻഡ് ടു അച്ചീവ് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ നോബിൾ ഗ്യാസിനും അവരുടെ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns2nb6 ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ ആഡ് ചെയ്ത് നോക്കിയാൽ 8 ഇലക്ട്രോണുകൾ വരും. അപ്പോൾ 8 എന്ന് പറയുന്നതാണ് ഒക്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ns2nb6 കോൺഫിഗറേഷൻ. അപ്പോൾ എല്ലാ ആറ്റങ്ങളും ശ്രമിക്കുന്നത് ns2nb6 കോൺഫിഗറേഷൻ ആക്കി മാറ്റാനാണ്. എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് തുല്യമാക്കാനാണ് തങ്ങളുടെ കോൺഫിഗറേഷൻ. അങ്ങനെയാണ് ഒരു എലമെന്റ് ശ്രമിക്കുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂളിലേക്ക് വരുന്നതിന് മുമ്പിട്ട് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒക്ടറ്റ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോണിക് തിയറി പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് ആൻഡ് കോസൽ. അപ്പൊ ലൂയിസും കൊസലും കൂടെ പ്രപ്പോസ് ചെയ്ത ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഒക്ടറ്റ് റൂൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണിക് തിയറി പറയുന്നത് എല്ലാ ആറ്റങ്ങളും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആയ ns2nb6 കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ നോക്കുന്നു. അത് അച്ചീവ് ചെയ്യുന്നത് ചിലപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ നഷ്ടമാക്കുന്നു, ചിലപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. They do so either by donating valence electrons or by gaining valence electron or by sharing of valence electrons. അങ്ങനെയാണ് ഇലക്ട്രോണിക് തിയറി പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ചെയ്യാൻ എ ടോട്ടൽ ഓഫ് 8 ഇലക്ട്രോൺസ്. അതിനെയാണ് ഒക്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടറ്റ് റൂൾ ഇതിന്റെ ഭാഗമാണ്. ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഒക്ടറ്റ് റൂൾ ഇങ്ങനെ പറയാം, എവരി ആറ്റം ടെൻഡ് ടു അച്ചീവ് ആൻ ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദെയർ വാലൻസ് ഷെൽ, that is a total of 8 electrons. They do so either by donating valence electrons or by gaining of valence electrons or by sharing of valence electrons. അപ്പോൾ 8നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, ചിലപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, ചിലപ്പോൾ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഈ 3 പ്രക്രിയകൾ വഴിയാണ് ഒരു ആറ്റം അതിന്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഒക്ടറ്റ് റൂളിന്റെ ബേസിസിൽ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് 2 വിധത്തിൽ മനസ്സിലാക്കാം. 2 തരത്തിലുള്ള കെമിക്കൽ ബോണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് കോവാലന്റ് ബോണ്ട്, രണ്ടാമത്തത് അയോണിക് ബോണ്ട്. ഇങ്ങനെ അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് എന്നിങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് ഒക്ടറ്റ് റൂളിന്റെ ബേസിസിൽ നമുക്ക് കെമിക്കൽ ബോണ്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ദിസ് ഒക്ടറ്റ് റൂൾ ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് ആൻഡ് കോസൽ. വാട്ട് ഈസ് ഇലക്ട്രോണിക് തിയറി? അക്കോർഡിംഗ് ടു ഇലക്ട്രോണിക് തിയറി, എവരി ആറ്റം ടെൻഡ് ടു അച്ചീവ് the electronic configuration of or the electronic configuration similar to noble gases, that is ns2nb6 except helium. ഹീലിയത്തിന് ഈ കോൺഫിഗറേഷൻ വരില്ല. ഹീലിയത്തിന് 2 ഇലക്ട്രോണുകളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഹീലിയത്തിന്റെ 2 ഇലക്ട്രോൺ, അത് കെ ഷെല്ലിൽ കംപ്ലീറ്റ് ആണ്. നമുക്കറിയാം കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണുകളാണ് വരുന്നത്. അപ്പോൾ ഹീലിയത്തിന്റെ 2 ഇലക്ട്രോൺ അവിടെ ഒക്ടറ്റ് അല്ല, അവിടെ ഡ്യൂപ്ലറ്റ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതും നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. എ ടോട്ടൽ ഓഫ് 2 ഇലക്ട്രോൺ, അതാണ് ഹീലിയത്തിന്റെ കേസ്. അതിനെയാണ് നമ്മൾ ഡ്യൂപ്ലറ്റ് എന്ന് പറയുന്നത്. ഇതും സ്റ്റേബിൾ ആണ്. നമ്മൾ നോബിൾ ഗ്യാസിന്റെ വാലൻസി പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം വാലൻസി 0 ആണ്. അവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റുകൾക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് അവരുടെ ലെസ് റിയാക്ടിവിറ്റി ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് നോബിൾ ഗ്യാസുകൾ വലിയ കാര്യമായിട്ടൊന്നും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു നോക്കാം. അപ്പോൾ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് എല്ലാ ആറ്റങ്ങളും അവരുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നു. അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ സ്വീകരിക്കാതായി വരുന്നു, ചിലപ്പോൾ ഇലക്ട്രോണിനെ കളയേണ്ടതായിട്ട് വരുന്നു, ചിലപ്പോൾ ഇലക്ട്രോണിനെ പങ്കുവയ്ക്കേണ്ടതായിട്ട്, ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ 3 പ്രോസസ്സുകളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൊസൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്താണ് നമ്മളോട് പറയുന്നത്? അപ്പോൾ കൊസൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇൻ റിലേഷൻ ടു കെമിക്കൽ ബോണ്ടിങ്, കൊസൽ പോയിന്റഡ് ഔട്ട് സം ഫാക്ട്സ്. ചില കാര്യങ്ങളൊക്കെ കൊസൽ പോയിന്റ് ഔട്ട് ചെയ്യും. ലൂയിസും കൊസലും ഏകദേശം ഒരേ സമയത്ത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ തിയറി അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒക്കെ നടത്തിയ 2 സയന്റിസ്റ്റുകളാണ് ലൂയിസും കൊസൽ. അപ്പോൾ കൊസൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംസാരിച്ചിരിക്കുന്നത്? അതാണ് NCERT ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നത്. അപ്പോൾ കൊസൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്താൽ 1ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 17ാമത്തെ ഗ്രൂപ്പിനെ നമുക്കറിയാം ഹാലജൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഗ്രൂപ്പാണ് നോബിൾ ഗ്യാസ്. എല്ലാ ആറ്റങ്ങളും നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഒക്ടറ്റ് റൂളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞാണ് ns2nb6 കോൺഫിഗറേഷൻ. അപ്പം കൊസൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റലുകളും
മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹാലജൻസ് നമ്മൾ പരിഗണിച്ചാൽ, അപ്പം മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹാലജനുകളെയും മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റലുകളെയും തമ്മിൽ നോബിൾ ഗ്യാസുകളാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിനെ നോക്കുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ തുടങ്ങി നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിൽ അവസാനിക്കുന്നു. 18 കഴിഞ്ഞിട്ട് വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ സൈക്ലിക് ആയിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളെ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു കൊസൽ, the most electronegative halogens and most electropositive alkali metals are separated by the noble gas. അപ്പം കൊസൽ പറയുന്നു ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഹാലജൻ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള മെറ്റൽസ് തമ്മിൽ ആരാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? നോബിൾ ഗ്യാസ് ആണ് അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കൊസൽ കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമായി പറഞ്ഞ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, മെറ്റലുകൾ എപ്പോഴും കാറ്റയോണുകളെ ഫോം ചെയ്യാനാണ് നോക്കുന്നത്, പോസിറ്റീവ്ലി ചാർജഡ് സ്പീഷീസ്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോണെ ലോസ് ചെയ്തിട്ട് അവർ പോസിറ്റീവ്ലി ചാർജഡ് കാറ്റയോണിക് സ്പീഷീസ് ആയിട്ട് മാറാൻ ശ്രമിക്കും. അതുപോലെ ഹാലജൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ നോൺ മെറ്റൽസ് ആണ്, അവരെപ്പോഴും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ എപ്പോഴും നെഗറ്റീവ്ലി ചാർജഡ് അയോൺസ് ആയിട്ട് മാറാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് കാറ്റയോൺസിനെ ഫോം ചെയ്യുന്നു, ഹാലജൻസ് ആനയോൺസിനെ ഫോം ചെയ്യുന്നു. ഇങ്ങനെ കാറ്റയോണും ആനയോണും ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന കാറ്റയോണും ആനയോണും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുന്നു, NS2NB6 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുന്നു എന്നാണ് കൊസൽ പറയുന്ന അടുത്ത പോയിന്റ്. സോ ദ കാറ്റയോൺ ഫോംഡ് ഫ്രം ആൽക്കലി മെറ്റൽസ് ആൻഡ് ആനയോൺ ഫോംഡ് ഫ്രം ഹാലജൻസ് അച്ചീവ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, NS2NB6 ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആണ് അവർ അച്ചീവ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, ഇങ്ങനെ ഫോം ചെയ്ത കാറ്റയോണുകളും ആനയോണുകളും, കാറ്റയോൺ ഫോം ചെയ്യുന്നത് എപ്പോഴും ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ ലോസ് ആയി, അതുപോലെ ആനയോൺ ഫോം ചെയ്യുന്നത് എപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ ചെയ്തുമാണ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന കാറ്റയോണുകളും ആനയോണുകളും തമ്മിൽ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് കൊസൽ അഭിപ്രായപ്പെടുന്നത്. സോ ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ദസ് ഫോംഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പോയിന്റുകൾ ഒന്നുകൂടെ പറയുന്നു. പീരിയോഡിക് ടേബിളിൽ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹാലജൻസും മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസും തമ്മിൽ നോബിൾ ഗ്യാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഹാലജനുകൾ നെഗറ്റീവ് അയോണുകളെ ഫോം ചെയ്യുന്നു, ആൽക്കലി മെറ്റൽസ് പോസിറ്റീവ് അയോണുകളെ ഫോം ചെയ്യുന്നു. ഹാലജനുകൾ ഫോം ചെയ്യുന്ന നെഗറ്റീവ് അയോൺ ഇലക്ട്രോൺ ഗെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് നിന്ന് കിട്ടുന്ന കാറ്റയോണുകൾ ഇലക്ട്രോണിന്റെ ലോസിങ്ങിന്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന കാറ്റയോണുകളും ആനയോണുകളും ഏത് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുന്നു? നോബിൾ ഗ്യാസിന്റെ NS2NB6 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്ത കാറ്റയോണുകളും ആനയോണുകളും പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസും നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പം there is a strong electrostatic force of attraction between the cation and anion thus formed. So നമുക്ക് ഇങ്ങനെ പറയാം, ഈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ കാറ്റയോൺ ആൻഡ് ആനയോൺ, അതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അയോണിക് ബോണ്ട്. സോ വാട്ട് ഈസ് ആൻ അയോണിക് ബോണ്ട്? It is a strong electrostatic force of attraction between the cation and anion. കാറ്റയോണും ആനയോണും തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഈ അയോണിക് ബോണ്ടിനെ തന്നെ നമുക്കൊരു പേര് വിളിക്കാം, ഇലക്ട്രോവാലന്റ് ബോണ്ട്. അപ്പം ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയാം. അപ്പം അയോണിക് ബോണ്ടിനെ നമ്മൾ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നു. സോ വാട്ട് ഈസ് ഇലക്ട്രോവാലന്റ് ബോണ്ട് ഓർ വാട്ട് ഈസ് ആൻ അയോണിക് ബോണ്ട്? It is the strong electrostatic force of attraction between a positively and negatively charged species or ions. അങ്ങനെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ക്ലോറൈഡിന്റെയും കാൽഷ്യം ഫ്ലൂറൈഡിന്റെയും ഒക്കെ ഫോർമേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിലേക്ക് വരാം. സോഡിയം ക്ലോറൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നു മനസ്സിലാക്കാം. നമുക്കറിയാം സോഡിയം, നമുക്കറിയാം അറ്റോം നമ്പർ 11 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1. ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോഡിയം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് Na+ ആയി മാറും. അപ്പൊ സോഡിയം Na+ ആയിട്ട് മാറുമ്പോൾ എസിൽ നിന്ന് ഒരു ഇലക്ട്രോണുകൾ നഷ്ടപ്പെടും. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 1s2 2s2 2p6 3s1 എന്ന് എഴുതി. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടമാകുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ ആവുന്നു, 1s2 2s2 2p6. 11 ഇലക്ട്രോൺ 10 ഇലക്ട്രോൺ ആയിട്ട് മാറും. നമുക്കറിയാം ഈ 10 ഇലക്ട്രോൺ
നിയോണിന്റെ കോൺഫിഗറേഷൻ തുല്യമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സോഡിയം Na+ ആയിട്ട് മാറുമ്പോൾ അതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റി. ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺ അതിനുണ്ട്, അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലോറിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ നമ്മൾ ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് 1s2 2s2 2p6 3s2 3p5 ഈ രീതിയിലാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ്, അയാൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് Cl- ആയിട്ട് മാറും. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാം ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 3s2 3p5 ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ കോൺഫിഗറേഷൻ. അയാൾ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ 3p5 എന്നുള്ളത് 3p6 ആയിട്ട് മാറുന്നു. അപ്പം 17 ഇലക്ട്രോൺ എന്നുള്ളത് 18 ഇലക്ട്രോൺ ആവുന്നു. ചുരുക്കം പറഞ്ഞാൽ Cl- ആർഗൺ എന്ന് പറഞ്ഞ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൈവരുന്നു. കാരണം ആർഗൺ കോർ നമുക്കറിയാം 18 ഇലക്ട്രോണുകളുടെ റെപ്രസെന്റേഷൻ ആണ് ആർഗൺ കോർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പം ക്ലോറിൻ Cl- ആയിട്ട് മാറിയപ്പോൾ അത് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്തു. ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം സോഡിയം Na+ ആയിട്ട് മാറി. അപ്പോൾ കാറ്റയോൺ ആയിട്ട് ഫോം ചെയ്തപ്പോൾ അയാൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്തു. അതുപോലെ ക്ലോറിൻ Cl- ആയി ആനിയോൺ ആയിട്ട് മാറിയപ്പോഴും അയാൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഒക്ടറ്റ് അയാളുടെയും കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു Na+ഉം Cl- കൂടെ കമ്പൈൻ ചെയ്തു അയോണിക് കോമ്പൗണ്ട് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തു. അപ്പൊ Na+ഉം Cl- തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ Na+ഉം Cl- രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. സോഡിയം കളയുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ ഉണ്ടാവുന്നു. അപ്പൊ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് Na+ഉം Cl- തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്ക് അയോണിക് ബോണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്കിവിടെ മറ്റൊരു ഉദാഹരണം എടുത്താൽ നമ്മൾ കാൽഷ്യം ഫ്ലൂറൈഡിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ കാൽഷ്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 20 ഇലക്ട്രോണുകളാണുള്ളത്. അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ നമുക്ക് പറയാം ആർഗൺ കോർ 4s2 ഇതാണ് കാൽഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇയാൾ 2 ഇലക്ട്രോണുകളെ ലോസ് ആക്കുന്നു. കാൽഷ്യം 2+ 2 ഇലക്ട്രോൺ. അപ്പൊ കാൽഷ്യം 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എടുത്താൽ ആർഗൺ കോർ എന്ന് കിട്ടും. 4s നിന്ന് 2 ഇലക്ട്രോണുകൾ നഷ്ടമായി. അപ്പൊ കാൽഷ്യം 2+ ആകുമ്പോൾ അയാൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യും. അതേപോലെ ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അയാൾ നോൺ മെറ്റലാണ്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഫ്ലൂറിൻ മൈനസ് ആയിട്ട് മാറുന്നു. ഈ ഫ്ലൂറിന് 9 അറ്റോമിക് നമ്പർ. ഫ്ലൂറിൻ മൈനസിൽ അപ്പൊ 10 ഇലക്ട്രോൺ ആയിട്ട് മാറും. അയാൾക്ക് നിയോണിന്റെ കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. 10 അറ്റോമിക് നമ്പർ ഉള്ള നോബിൾ ഗ്യാസ് ആണ് നിയോൺ. നിയോൺ കോർ ആണ് അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ രണ്ടുപേരും നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്തു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാൽഷ്യം 2+മായി 2 ഫ്ലൂറൈഡ് അയോൺ കമ്പൈൻ ചെയ്ത് CaF2 എന്ന് പറഞ്ഞ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യും. അവിടെ കാൽഷ്യം 2+ഉം F- തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് അയോണിക് ബോണ്ടാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അയോണിക് കോമ്പൗണ്ടുകളുടെ ഫോർമേഷൻ വിശദീകരിക്കാം. അപ്പം ഹാലജനുകളിൽ നിന്ന് നെഗറ്റീവ് അയോണും ആൽക്കലി മെറ്റൽസിൽ നിന്ന് പോസിറ്റീവ് അയോണും ഉണ്ടാകുന്നു. അവർ ഫൈനലി നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുകയും അവർക്ക് സ്റ്റെബിലിറ്റി ഉള്ളതായിട്ട് മാറുകയും ചെയ്യും. ഈ രീതിയിലാണ് അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ കാറ്റയോൺ ആൻഡ് ആൻ ആനയോൺ. ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിനാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ് ഇതിനെയൊക്കെയാണ് ഇലക്ട്രോ വാലന്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഇലക്ട്രോ വാലൻസി? എന്താണ് ഇലക്ട്രോ വാലൻസി? ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് ഓർ ഗെയിൻഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് ബോണ്ട്. ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ചില സ്പീഷീസുകൾ ഇലക്ട്രോണിനെ കളയുന്നു, ചില സ്പീഷീസുകൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ് ഓർ ഗെയിൻഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് ബോണ്ട്. ഒരു ആറ്റം അക്സെപ്റ്റ് ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതുമായിട്ടുള്ള ഇലക്ട്രോണുകളെയാണ് ആ ആറ്റത്തിന്റെ ഇലക്ട്രോ വാലൻസി എന്ന് പറയുന്നത്. അവിടെ അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. സോഡിയം ഇവിടെ 1 ഇലക്ട്രോണിനെ കളഞ്ഞു. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞത് 1 ആണ്. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ക്ലോറിന്റെ ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞാൽ അതും 1 ആണ്. ഇവിടെ കാൽഷ്യത്തിലേക്ക് പോയാൽ കാൽഷ്യം 2 ഇലക്ട്രോണുകളെയാണ് കളയുന്നത്. അപ്പൊ നമുക്ക് പറയാം കാൽഷ്യത്തിന്റെ ഇലക്ട്രോ വാലൻസി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഒരു ആറ്റം അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുത്തുന്നതോ സ്വീകരിക്കുന്നതായിട്ടുള്ള ഇലക്ട്രോണിനെയാണ് ആ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എലമെന്റിന്റെ ഇലക്ട്രോ വാലൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അയോണിക് ബോണ്ടുമായിട്ട്
മനസ്സിലാക്കാം. ഓക്കെ, അയോണിക് ബോണ്ടിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒരു ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്ന വഴിയാണ്, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന വഴിയാണ്. So covalent bond is formed by the mutual sharing of electrons between the participating atoms in a substance or molecule. അപ്പം ഒരു മോളിക്യൂളിലോ ഒരു സബ്സ്റ്റൻസിലോ വരുന്ന ആറ്റങ്ങൾ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുന്ന രണ്ട് ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഇലക്ട്രോണിനെ മ്യൂച്വലി ഷെയർ ചെയ്യുകയാണ്. അങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴിയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. നമുക്ക് ആദ്യം ഹൈഡ്രജൻ മോളിക്യൂളിനെ ഒന്ന് പരിഗണിക്കാം. അവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും വാലൻസ് ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ വൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. ഒരു ജോഡി, ഒരു പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം there is a single bond between two hydrogen atoms. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോണുകളാണ്. അപ്പം when two atoms share one pair of electrons, then the bond is called a single covalent bond. അപ്പോൾ രണ്ട് ആറ്റങ്ങൾ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിംഗിൾ കോവാലന്റ് ബോണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സിംഗിൾ ബോണ്ട് എന്ന് പറയാം. അപ്പൊ അതാണ് കോവാലന്റ് ബോണ്ടിലെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജന് രണ്ടേ രണ്ട് ഇലക്ട്രോണിനെ ഒരേ സമയത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ഡ്യൂപ്ലെറ്റ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. അതേസമയം നമ്മൾ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ മോളിക്യൂളിലേക്ക് വരുന്നു. ഓക്സിജൻ മോളിക്യൂളിലേക്ക് വരുമ്പോൾ ഓക്സിജൻ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഒരു ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പം നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് റെപ്രസെന്റേഷൻ കാണിച്ചാൽ ഇങ്ങനെ വരുന്നു. ഓരോ ഓക്സിജനിലും 6 ഇലക്ട്രോൺ. അപ്പൊ അവർ മ്യൂച്വലി 2 പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. വേറെ മ്യൂച്വൽ ഷെയറിങ് 2 പെയർ ഇലക്ട്രോൺ, 4 ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓരോ ഓക്സിജനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. നമ്മൾ ഈ ആദ്യത്തെ സർക്കിൾ നോക്കുമ്പോൾ 2, 4, 6, 8 ഇലക്ട്രോണുകൾ ആ ഓക്സിജനിൽ കാണാൻ പറ്റും. അപ്പുറത്തെ ഓക്സിജനിൽ 8 ഇലക്ട്രോണുകൾ കാണാൻ പറ്റും. രണ്ടാമത്തെ സർക്കിൾ നോക്കിയാൽ അവർ കോമൺ ആയിട്ട് 2 പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. 2 ഓക്സിജന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വരുന്നു എന്ന് പറയാം. ആ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോണുകളും ഓക്സിജനിൽ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഓക്സിജനിൽ 2 പെയർ ഇലക്ട്രോണുകൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇരിപ്പുണ്ട്. എന്നാൽ 2 പെയർ ഇലക്ട്രോണുകളെ അവർ മ്യൂച്വലി ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഡബിൾ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. when two atoms share 2 pair of electrons, ഇവിടെ സംഭവിച്ചത് 2 ആറ്റങ്ങൾ 2 പെയർ ഇലക്ട്രോണെ ഷെയർ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ such type of bonds are called double covalent bond or simply double bond. ഇതിനെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓരോ ഓക്സിജൻ ആറ്റവും അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെ 8 ഇലക്ട്രോൺ വരുന്നു, ഇവിടെയും 8 ഇലക്ട്രോൺ വരുന്നു. ഇനി നമ്മൾ നൈട്രജൻ മോളിക്യൂളിലേക്ക് വന്നാൽ 2 നൈട്രജൻ ആറ്റങ്ങൾ, ഒരു നൈട്രജൻ ആറ്റത്തിൽ 5 ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. ഈ രീതി വരുന്നു. 2 നൈട്രജൻ ആറ്റത്തിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആകണം. അവർ 3 പെയർ ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്യുന്നു. അപ്പൊ 2 നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു പെയർ ഇലക്ട്രോൺ വെച്ച് ഓരോ നൈട്രജനും ഉണ്ട്. അവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. when 2 atoms share 3 pair of electrons, then the covalent bond is called a triple covalent bond. അതൊരു ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്സിജനിൽ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നൈട്രജനിൽ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നൈട്രജൻ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോണ്ടിലും ഇലക്ട്രോണുകൾ ഇരിപ്പുണ്ട്. ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ നമ്മൾ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നു. ബോണ്ടിങ് ഇലക്ട്രോൺസ്. അപ്പോൾ the electrons involved in bond formation. Bonding electrons എന്നോ bond pair of electrons എന്നോ വിളിക്കുന്നു. ഇങ്ങനെയാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബോണ്ടിങ് ഇലക്ട്രോൺസ് ഓർ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതേപോലെ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ, ഇപ്പോൾ ഓക്സിജനിൽ എടുത്താൽ ഒരു ഓക്സിജനിൽ മേളിലും താഴെയും 2 ഇലക്ട്രോണുകൾ വെച്ചുണ്ട്. 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നൈട്രജന്റെ കാര്യത്തിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ the electrons which are not involved in bond formation or which are not participating in bond formation are called non bonding electrons. അവരെ നമ്മൾ non bonding electrons എന്ന് വിളിക്കുന്നു.
അപ്പൊ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അവരെ കോമൺ ആയി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നും പറയാറുണ്ട്. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്നോ അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നോ പറയാം. ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ആറ്റങ്ങളിൽ വെറുതെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളെയാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിൽ മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയ കാര്യമുള്ളത് കോവാലൻസി എന്ന് പറഞ്ഞൊരു ടേമാണ്. കോവാലൻസി എന്ന് പറഞ്ഞാൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരാറ്റം ആ കോവാലന്റ് ബോണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോണുകളെ അതിനെയാണ് ആ ആറ്റത്തിന്റെ കോവാലൻസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഹൈഡ്രജനെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഹൈഡ്രജൻ ഈ ബോണ്ടിലേക്ക് ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ കോവാലൻസി 1 ആണ്. നമ്മൾ ഓക്സിജനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ 2 ഇലക്ട്രോണുകളെയാണ് ഈ ബോണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ദ കോവാലൻസി ഓഫ് ഓക്സിജൻ ഈസ് 2. നൈട്രജന്റെ കേസ് എടുത്താൽ ഒരു നൈട്രജൻ 3 ഇലക്ട്രോണുകളെയാണ് ആ കോവാലന്റ് ബോണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ട്രിപ്പിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. 2 നൈട്രജൻ ആറ്റം 3 പേർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. അങ്ങനെ 3 ആണ് നൈട്രജന്റെ കോവാലൻസി എന്ന് പറയാം. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട് ദാറ്റ് ഈസ് കോൾഡ് കോവാലൻസി ഓഫ് ദ ആറ്റം ഓർ എലമെന്റ്. ആ എലമെന്റിന്റെ കോവാലൻസി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോവാലന്റ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോണുകളുടെ മ്യൂച്വൽ ഷെയറിംഗ് വഴിയാണ്. അതുപോലെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതുള്ള ഇലക്ട്രോണുകളെ നമുക്ക് കാണാൻ പറ്റും. അവരെ നമ്മൾ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നു. ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ നമ്മൾ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്നോ അല്ലെങ്കിൽ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നോ പറയുന്നു. അതുപോലെ ഒരു ആറ്റം കോവാലന്റ് ബോണ്ട് ഫോർമേഷന്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോണുകളെ നമ്മൾ കോവാലൻസി എന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് കോവാലന്റ് ബോണ്ടുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.